ഹലോ, എല്ലാവരുടെയും കണിയൊരുക്കങ്ങളൊക്കെ എന്തായി? അപ്പം ഞങ്ങൾ കണിയൊരുക്കാൻ പോവാണ്. ഞങ്ങൾ ഹോളിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ആദ്യം തന്നെ ഒരു മുണ്ട് വിരിച്ചിട്ടുണ്ട്. അതിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇത് ഞങ്ങൾ പുതിയ കൃഷ്ണനെ വാങ്ങിച്ച കേട്ടോ. ഞങ്ങൾ വയനാട്ടിലേക്ക് വന്ന സമയത്ത് ഇവിടേക്ക് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ ചെറുതായിട്ടൊന്ന് പൊട്ടി. പിന്നെ ഞങ്ങൾ പുതിയത് വാങ്ങിച്ചതാണ്. കൃഷ്ണന് മാലയൊക്കെ ഇടിയിച്ചിട്ടുണ്ട്. പിന്നെ കോടിയും പണം, സ്വർണം അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൊട്ട ഉണ്ടല്ലോ, ഇത് ഞാൻ കോഴിക്കോട് നിന്ന് പാലോറമ്പിൽ ഞങ്ങളുടെ അവിടെ നാട്ടിലെ ഉത്സവത്തിന് സമയത്ത് പാലോറമ്പിൽ നിന്ന് വാങ്ങിച്ച കൊട്ട കേട്ടോ. ഇതിനു വേണ്ടി വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലെല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കയ്യിൽ ഉണ്ടായിരുന്ന പച്ചക്കറികളും വെച്ചു, പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും വെച്ചു. ഒളവെണ്ണയിലൊക്കെ ഈ കണി വെക്കുന്ന വെള്ളരി എന്ന് പറഞ്ഞിട്ട് തന്നെ വേറൊരു വെള്ളരി കിട്ടും, മഞ്ഞ നിറത്തിൽ ഉരുണ്ടിട്ടുള്ളത്. പക്ഷേ വയനാട്ടിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. കണ്ടിരുന്നു, ഇന്നലെ കണ്ടു. പക്ഷെ ഇന്നലെ അത് വാങ്ങാൻ വിട്ടും പോയി. ഇന്ന് പോയപ്പം അതുണ്ടായില്ല. ആകെ ഒരു കടയിലേ കണ്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ സാധാരണ വെള്ളരിയാണ് ഞങ്ങൾ കണി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് കണ്ടോ, കൊട്ടയിൽ ഇങ്ങനെ നിറച്ച് വെച്ച സമയത്ത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ രാത്രി നമ്മൾ വീട് മുഴുവനും അടിച്ചു വാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കണി ഒരുക്കി വെക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് കുളിച്ച് കോടി വസ്ത്രമൊക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യുക അറിയോ, വിളക്ക് കത്തിക്കും. കണിക്കൊന്നല്ലേ, ആ പൂവ് വെക്കും. പിന്നെ കൃഷ്ണന് പൂമാല ചാർത്തും. പിന്നെ ചിരാത് കത്തിക്കുകയുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യുക. ഇപ്പോൾ തലേ ദിവസം രാത്രി ഇതെല്ലാം ഒരുക്കി വെക്കും. പിന്നെ ഈ തേങ്ങ മുറിയിൽ ചിലർ തേങ്ങ മാത്രം ഇങ്ങനെ വെക്കുന്നവരുണ്ട്. ചിലർ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൽ തിരിയിട്ട് കത്തിക്കും. ഞങ്ങളിപ്പം അതിൽ നാണയാട്ട. അപ്പം അച്ഛൻ പറഞ്ഞ് ഞങ്ങളോട് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെയാട്ടോ ചെയ്തത്. പല സ്ഥലത്തേക്കും പല രീതിയിലാണ് കണി വെക്കുന്നത് കേട്ടോ. അപ്പം അത് ഞങ്ങളതായിട്ടുള്ളൊരു രീതിക്കാണ് വെച്ചത്. അപ്പം എങ്ങനെയുണ്ട്?